പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം 3-ാമത്തെ സങ്കീർത്തനം അതിന്റെ 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ആമേൻ സ്തോത്രം, ദാവീദിനെ ഹല്ലേലൂയ ശത്രുക്കളുടെ പക്ഷത്ത് നിന്ന് വിടുവിക്കുന്ന തൊട്ടു മുൻപ് ദാവീദ് ആമേൻ ദൈവസന്നിധിയിൽ പാട്ടുപാടി ആരാധിക്കുന്ന ഒരു ആരാധന നമുക്കവിടെ കാണാൻ കഴിയുന്നു. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഭക്തന്മാർക്ക് ഏത് നിമിഷവും പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്: തല ഉയർത്തുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ദൈവിക ആലോചനയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവപൈതലെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമുണ്ട് കേട്ടോ. ദൈവം ഒരു മനുഷ്യനെ നീതീകരിച്ചു കഴിഞ്ഞാലേ ഈ ലോകം മുഴുവനും അവന് എതിരായി നിന്നാലും ദൈവമാണോ നിന്നെ നീതീകരിച്ച് പുറത്തെടുത്തത്, ആർക്കും നിന്നെ പ്രൈസ് ദി ലോർഡ് അതിൽ നിന്ന് മാറ്റുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇനി തച്ചിന് കുത്തിയിരുന്ന 300 മന്ത്രവാദികൾ നിനക്കെതിരെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പദ്ധതികൾ ഒരുക്കിയാലും ദൈവം ഒരു മനുഷ്യനെ വിളിച്ചു വേർതിരിച്ചാലേ അതിനകത്ത് ഒരു വലിയ റിസൾട്ട് ദൈവം കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. മാനുഷ്യമായ തലങ്ങളിൽ നോക്കുമ്പോൾ ചിലപ്പോ പരുക്കൻ ജീവിതമായിരിക്കാം. എന്നാൽ ഈ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, ദൈവം വിളിച്ചു വേർതിരിച്ചു നീതിമാനാണ് എന്ന് തന്റെ പട്ടികക്കകത്ത് നമ്മുടെ പേര് എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം നിങ്ങൾ നോക്കിക്കേ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എബ്രായ ലേഖനം നമ്മൾ പഠിക്കുമ്പോഴേ എല്ലാ നീതിമാന്മാരുടെ പേരും 12-ാമത്തെ അധ്യായത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. പക്ഷെ ഒരു വ്യക്തിയുടെ പേര് മാത്രം അതിനകത്ത് ഇല്ലാതായിപ്പോയി. ശലോമോന്റെ പേര് മാത്രം. എന്താ? ആലയം പണിത വ്യക്തിയല്ലേ? ആലയം പണിത വ്യക്തിയല്ലേ? 100 കണക്കിന് പേര് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ടാ പിന്നെ ശലോമോന്റെ പേര് അവിടെ വരാത്തെ? ബാക്കി എല്ലാവരുടെ പേരും അവിടെ വന്നില്ലേ? അവന്റെ പേര് വലുതാക്കാൻ അവൻ പല പദ്ധതികളും ഒരുക്കി. പക്ഷേ വചനം പറയുന്നത് ദൈവം ഒരു മനുഷ്യനെ സ്തോത്രം ദൈവസന്നിധിയിൽ അവൻ വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ അവനെ തൊടുവാൻ ഈ ലോകത്തിലെ ഒരു മനുഷ്യനെയും ദൈവം അനുവദിക്കുന്ന ദൈവം അല്ല. ഇന്ന് പകലിൽ ദൈവപൈതൽ നീ ഭാരപ്പെട്ടിരിക്കല്ലേ. നിന്റെ തലമുറയുടെ മേൽ ഒരു വാഴ്ത്തത്വം ദൈവം തന്നിട്ടുണ്ടെങ്കിലേ അത് അതേപോലെ നിറവേറ്റുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ആ ദൂത് അങ്ങനെ തന്നെ പറയട്ടെ. തലമുറയുടെ മേൽ ദൈവാത്മാവ് ഒരു ആലോചന തന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് പകൽക്കാലം അത് ഉറപ്പായിട്ടും നിറവേറ്റാതെ വിടുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദ് നല്ലവണ്ണം അറിയാം ദാവീദിനെ. ഹല്ലേലൂയ. എന്തുകൊണ്ട് ദാവീദിനെ അറിയാൻ കാര്യം എന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 73 സങ്കീർത്തനം ദാവീദ് എഴുതി. എന്തുകൊണ്ടാ 73 സങ്കീർത്തനം എഴുതിച്ചത്? ഹല്ലേലൂയ. ആമേൻ. ദൈവം അവനെ വിളിച്ചത് ആ തലത്തിലാ. പ്രൈസ് ദി ലോർഡ്. വിളി വലുതാ കേട്ടോ, തെരഞ്ഞെടുപ്പ് കേട്ടോ, ശുശ്രൂഷ വലുതാ. പക്ഷെ നിൽക്കാൻ കഴിയുന്നില്ലെങ്കിലും ഒന്ന് മാറി പ്രതിസന്ധിയാണെങ്കിലും ഭാരപ്പെടണ്ട കേട്ടോ. വിളിച്ചവൻ വിശ്വസ്തന, നിക്ക്, അവൻ നിന്നെ അതിശക്തമായി ഉപയോഗിക്കുന്ന ദിവസങ്ങൾ ആസന്നമായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട് ദൈവം എന്നെ വിളിച്ചല്ലോ, എന്തുകൊണ്ടാ സ്തോത്രം എന്തുകൊണ്ടാ എനിക്ക് ഈ പ്രശ്നം? ദൈവം വിളിച്ചു വേർതിരിച്ചവന് പ്രയാസങ്ങളും ഉണ്ട്, വേദനകളുണ്ട്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ബുദ്ധിമുട്ടുകൾ, രോഗങ്ങളും ഉണ്ടെന്ന്. അതിനപ്പുറം അവരെ വിടുവിക്കുവാൻ സ്വർഗം ഇറങ്ങി വരുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയിരിക്കുന്ന ദൈവജനത്തോട് ദൈവാത്മാവിൽ ആലോചന കൈമാറട്ടെ. ദൈവം നിന്റെ കുടുംബത്തെ നീതീകരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിന്റെ തലമുറകളെ വളർത്തുവാൻ അവൻ ശക്തനാണ്. ഹല്ലേലൂയ. എത്ര നിന്റെ പുറകെ നടന്ന് നിന്നെ ഉപദ്രവിക്കാൻ നോക്കിയാലും പരിശുദ്ധാത്മാ പറയുന്നു, ഈ സ്തോത്രം, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ. നിന്നെ 5 രാജ്യങ്ങളിൽ കൊണ്ടുപോകാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഇത് ടെൻഷൻ അടിക്കണ്ട, ദൈവം അവിടെ എല്ലാം കൊണ്ടെത്തിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ദൈവാസനെ ദൈവം പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, മരിച്ചു പോകും കഴിഞ്ഞിട്ടുള്ള ദൂതല്ല പറയുന്നത് കേട്ടോ. ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ തലമുറയും നീയും അനുഭവിക്കേണ്ട ആലോചനയാ ദൈവം പറയുന്നത്.
അല്ലാതെ ആമേ സ്തോത്രം മരിച്ചു മൺമറിഞ്ഞ ശേഷമുള്ള ദൈവാലോചനയല്ല ദൈവം പറയുന്നത്. ഹല്ലേലൂയ. നീ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ദൈവവചനമാണ് ഇന്ന് പകൽക്കാലം ഇവിടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവപൈതലെ ശ്രദ്ധിക്ക്. അതിന് തലമുറയിൽ മുൻപേ ആമേ ദൈവാത്മാവ് അറിയിച്ച ആലോചനയാണെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, നിന്റെ കുടുംബത്തിനകത്ത് ദൈവം ഇറങ്ങി ചില കാര്യങ്ങൾ ചെയ്യും. അത് ഇന്ന് പകലിൽ നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന നാഴിക വിദൂരമല്ല കേട്ടോ. കർത്താവ് പറയുക ഇങ്ങനെയാ, ആമേൻ, നീതിമാൻ പന പോലെ തഴയ്ക്കും. പ്രൈസ് ദി ലോർഡ്. എന്താ പന പോലെ തഴയ്ക്കുന്നത്? അത് എന്താ അതിന്റെ കാര്യം എന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. അവനെ വിളിച്ചത് ഈ ഭൂമിയിലെ ഒരു മനുഷ്യനുമല്ല, അവനെ വിളിച്ചത് സ്വർഗത്തിലെ ദൈവമാണ്. സ്വർഗത്തിലെ ദൈവം ഒരു ദൈവ പൈതലിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. വായിക്കാം സങ്കീർത്തനങ്ങൾ 1:3 വായിച്ച്. നമുക്ക് അറിയാമെന്നുള്ള സങ്കീർത്തനമാണ് 1:3 വാക്യം ഒന്ന് വായിച്ച്. അവിടെ എന്താണ് സങ്കീർത്തന പ്രമാണി വിളിച്ചു പറയുന്നത്? 1:3. പ്രൈസ് ദി ലോർഡ്. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക ഫലം കായ്ക്കുന്നതും ഇലവാഴമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നത്, ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു ദൈവപൈതൽ നട്ടിരിക്കുന്നത് ആറ്റരികത്ത്. ആമേൻ. ആറ്റിന്റെ അരികത്തൊരു വൃക്ഷം നിന്ന് കഴിഞ്ഞാൽ അതിന്റെ അച്ഛ കാണിക്കണം. നമുക്കറിയാം എല്ലാ വൃക്ഷങ്ങളും ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷമല്ല. ആമേൻ. ഈ ആലപ്പുഴ കുട്ടനാട് ഭാഗത്ത് താമസിക്കുന്നവർക്കായി സ്തോത്രം. അവിടെ നിൽക്കുന്ന തെങ്ങുകൾ നിങ്ങൾ കണ്ടുണ്ടോ? തെങ്ങുകൾ വെള്ളത്തിനകത്താ നിൽക്കുന്നത്, അരികത്തല്ല, അകത്ത. അതിന് ചുവടുണ്ട്, പക്ഷെ മണ്ടയില്ല. എന്തുകൊണ്ട് അങ്ങനെ? അതാ പറഞ്ഞത്, എല്ലാം ആറ്റിന്റെ അരികത്ത് നട്ടതല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറയുക, ഞാൻ നിൽക്കുന്ന ആറ്റിനകത്ത. അരികത്ത് ദൈവം നട്ടതിനെ, അതിനെ തളിർപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാത്തിനെയും ദൈവം വിളിച്ചിട്ടില്ല. ദൈവ പൈതലേ, എല്ലാം ദൈവം നട്ടതല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. എല്ലാം ഒന്നും ദൈവാലോചന അല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. എല്ലാം ദൈവത്തിന്റെ പദ്ധതിയല്ല കേട്ടോ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നെന്ന് അറിയാമോ? മുൻപേ അവന് രാജ്യവും നീതിയും അന്വേഷിപ്പിനെന്നാണ്. അതോടുകൂടെ സകലതും നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്നാണ്. ആമേൻ. ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ പഠിക്കുമ്പോഴേ ദൈവത്തെ മാറ്റി നിർത്തി മനുഷ്യൻ പലതും ചെയ്യുന്നു. അത് അവരുടെ ജീവിതത്തിൽ ചിലപ്പോ ആമേൻ സ്തോത്രം അനുഗ്രഹത്തിന് വരാമെന്ന് അവർ ചിന്തിക്കായിരിക്കാം. ഇല്ലില്ല, ഒരിക്കലുമില്ല. ദൈവത്തെ മാറ്റി നിർത്തി ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ദൈവ പൈതലേ, ദൈവം നട്ടതാണെങ്കിൽ അതിനെ വളർത്തുവാൻ ദൈവത്തിന് കഴിയും. ഈ ഭൂപരപ്പിൽ ഒരു മനുഷ്യനും പിടിച്ചു വയ്ക്കാൻ കഴിയത്തില്ല. ദൈവം നട്ടതിനെ അവൻ ഈ 2024 കഴിയും മുൻപേ അതിന്റെ തലങ്ങളിലേക്ക് ദൈവം അതിനെ കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നറിയാമോ? ദാവീദിനെ ദൈവം എന്തുകൊണ്ടാ ജ്യേഷ്ഠന്മാരുടെ നടുവിൽ വെച്ചും പിതാക്കന്മാരുടെ നടുവിൽ വെച്ചും ദാവീദിനെ അഭിഷേകം ചെയ്ത് പുറത്തെടുത്തതെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ കിന്നര വായന അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ മുമ്പിൽ ഇരുന്ന് പഠിച്ചത് കൊണ്ടല്ല. ഹല്ലേലൂയ. ഈ ഭൂപരപ്പിൽ എല്ലാവരും മാറ്റി നിർത്തുമ്പോഴും പിതാവ് അവനെ ഏൽപ്പിച്ചതിനെ വിശ്വസ്തയോടെ ചെയ്യുന്നത് കൊണ്ട് ദൈവം അവനെ കാട്ടിലായിരുന്നപ്പോഴും അവൻ ദൈവത്തിന് സ്തോത്രം കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ദൈവം അവനെ കണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഏതൊക്കെ ശുശ്രൂഷകന്മാരോട് ദൈവാത്മാവ് പറയുന്നു, ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത് ജ്യേഷ്ഠന്മാരോ അല്ലെങ്കിൽ മിടുക്കന്മാരായ വ്യക്തികളെ മാറ്റി നിർത്തി നിങ്ങൾ വരുന്നത് വരെ പന്തിക്കിരിക്കാതെ മാറി നിന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ദാവീദ് വരട്ടെ, അവൻ വരട്ടെ, വന്നിട്ടേ ഞാൻ പന്തിക്കിരിക്കുന്നത് കൊള്ളൂ എന്ന് പറഞ്ഞ ഒരു ദൈവത്തെ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് അറിയാമോ? ആ ദൈവം ഇന്ന് പകൽക്കാലം പറയാ, എന്റെ കുഞ്ഞിരിക്കാതെ ഞാൻ പന്തിക്കിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ആമേൻ. അവൻ ഇരിക്കാതെ ഞാൻ പന്തിക്കിരിക്കത്തില്ല. പറയാൻ പറ്റുമോ? എന്റെ കർത്താവ് എന്നെ നിർത്തിയിരിക്കുന്നത് അവന്റെ വിളിയും തെരഞ്ഞെടുപ്പും എന്റെ മേൽ ഉള്ളത് കൊണ്ടാ ഇന്ന് പകൽക്കാലം ഞാൻ ആമേൻ സ്തോത്രം ഈ അതിരാവിലെ തിരുസന്നിധിയിൽ എന്നുള്ള ഈ മീറ്റിങ്ങിനകത്ത് ഞാൻ ആയിരിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം എന്റെ കൂടെ ഉള്ളത് കൊണ്ടാണ്. ആമേൻ. ആമേൻ. ഏത് സ്ഥലത്തും ദൈവനാമത്തെ ഉയർത്തുന്ന ഒരു ദൈവ പൈതലിനെ അവൻ മാനിപ്പാൻ ശക്തനായ ദൈവം തന്നെയാണ്. ആരൊക്കെ നിന്നെ മാറ്റി നിർത്തിയാലും, ആരൊക്കെ നിന്നെ ആമേൻ പ്രൈസ് അവോയ്ഡ് ചെയ്താലും, ആമേൻ സ്തോത്രം ആരൊക്കെ നിന്നെ പിന്തിരിപ്പിക്കുവാൻ വേണ്ടി മുൻപിലോട്ട് ആമേൻ സ്തോത്ര സ്റ്റെപ്പുകൾ വച്ചാലും, പരിശുദ്ധാത്മാ പറയുന്നു ആമേൻ നിന്റെയും നിന്റെ തലമുറയെയും മാനിക്കുന്ന ഒരു സ്വർഗം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവ പൈതലേ, നമ്മുടെ കർത്താവ് സർവശക്തനായ ദൈവമാ. അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം പറയുന്നത് ആമേൻ ആമേൻ ഹല്ലേലൂയ. ദാവീദിനെ ആറ്റിന്റെ അരികത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷത്തോട് അവൻ ഉപമിച്ചിരുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കൂ, അതിന്റെ ഇല വാടുകയില്ല. കാരണം ദൈവം വിളിച്ചിറക്കിയവൻ ആമേൻ സ്തോത്രം എല്ലായ്പ്പോഴും അവർ കഷ്ടതയുടെ നടുവിൽ ആമേൻ ദൈവം കടത്തിവിടുന്ന ദൈവം അല്ലെന്ന് ഇന്ന് പകൽക്കാലം ആമേൻ അറിഞ്ഞ് ആമേൻ ദൈവത്തിന് സ്തോത്രം കൊടുത്തേ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്ന എത്ര പേർ ഇന്ന് പകൽക്കാലമുണ്ട്. അവരെ നോക്കി സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം പറയുന്നു, അവൻ നിന്നെ നട്ടിരിക്കുന്നത് ആറ്റിന്റെ അരികത്താണെങ്കിൽ ഹല്ലേലൂയ, അവൻ നിന്നെ നീതിമാനായി നീതിമതിയായി ആമേൻ കർത്താവ് വിളിച്ചു വേർതിരിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ചത് എന്തോ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാ. ആ ഉദ്ദേശം എന്താണെന്ന് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ മനസ്സിലാക്കി സഞ്ചരിപ്പാൻ താല്പര്യമാണെങ്കിൽ അതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും. വിളിയും തെരഞ്ഞെടുപ്പും എന്തിനു വേണ്ടിയാ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്, എന്തിനു വേണ്ടിയാ കർത്താവിനെ കണ്ടിരിക്കുന്നത്, എന്തിനു വേണ്ടിയാ ദൈവം എന്നെ ആമേ ദിവസങ്ങളിൽ വിളിച്ചിരിക്കുന്നത്, ആ വിളി ഇന്ന് പകൽക്കാലം നിങ്ങൾ ആമേ കണ്ടുപിടിച്ച് മുൻപിലോട്ട് യാത്ര ചെയ്യാൻ കർത്താവ് വിളിച്ചു പറയുക. സ്തോത്രം. ഹല്ലേലൂയ. ആ രഞ്ജിനി എന്ന ദൈവദാസിയോട് ദൈവത്തിന്റെ ആത്മാവിന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ വിളിച്ചത് കർത്താവിന്റെ ആമേ പ്രവൃത്തി നിങ്ങളിൽ കൂടെ നിവർത്തിക്കുവാൻ വേണ്ടിയാ. ആ വിളി ഉണ്ടല്ലോ, ആ വിളിക്കകത്ത് ദൈവം നിങ്ങളെ നിർത്തുന്നത് ഹല്ലേലൂയ ആമേൻ. ഈ ഭൂപരപ്പിൽ എന്തെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ചാലും നഷ്ടത്തിനകത്തു നിന്ന് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയാ കർത്താവ് നിങ്ങളെ കണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുക, അവൻ നട്ടിരിക്കുന്നത് ആറ്റിന്റെ അരികത്താണ്. പ്രൈസ് ദി ലോർഡ്. ആ ആറ്റരികത്ത് നിൽക്കുന്ന വൃക്ഷത്തിനൊരു പ്രത്യേകത കൊണ്ട് അതിന്റെ ഇല വാടിപ്പോകാൻ അവൻ സമ്മതിക്കുന്ന ദൈവമല്ല. പലപ്പോഴും വാടിയ മുഖത്തോടും വാടിയ മനസ്സോടും പലപ്പോഴും മുൻപിലോട്ട് യാത്ര ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം പറയുന്നു, ഇന്നലകളിൽ നിങ്ങൾ അങ്ങനെ യാത്ര ചെയ്തെങ്കിൽ ഇന്ന് പകൽക്കാലം സ്വർഗം പറയുന്നു അതിന്റെ നടുവിൽ ഒരു വലിയ ദൈവപ്രവൃത്തി ദൈവത്തിന്റെ ആത്മാവിന്ന് പകൽക്കാലം അയച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാ ദൈവാത്മാവ് അങ്ങനെ തന്നെ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നത്? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുന്ന കാര്യം എന്നറിയാമോ? ദൈവത്തിന്റെ പദ്ധതി ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാനുണ്ട്. അത് ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ചില വർഷങ്ങളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന് നടുവിൽ സ്വർഗത്തിലെ ദൈവത്തിന് ഒരു പ്ലാനും ഒരു പദ്ധതിയും ഉണ്ട്. അത് ഈ വർഷം കഴിയും മുൻപ് ദൈവം അതിന്റെ ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് കർത്താവിന്റെ അഭിഷക്ത കുടുംബത്തോട് ദൈവാത്മാവ് അറിയിക്കുന്നു. നഷ്ടങ്ങളെ നാമേശ്വത ലാഭമാക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇറങ്ങി നിൽപ്പുണ്ട്. പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ ദൂത് പറഞ്ഞ് കൈമാറുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവ പൈതലേ, ആ ഒരു വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരാൻ പോവുകയാണ്. 52-ാമത്തെ സങ്കീർത്തനം 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്താ വായിക്കുന്നത്? 52-ാമത്തെ സങ്കീർത്തനം അതിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് ആമേൻ വരുമ്പോൾ അവിടെ എന്താ വായിക്കുന്നത്? വായിച്ചാട്ടെ. ഞാനോ ദൈവത്തിന്റെ ആലയത്തിങ്കൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെ ആകുന്നു. ഞാൻ ദൈവത്തിന്റെ ദയയിൽ നിന്നും എന്നും എന്നേക്കും ആശ്രയിക്കും. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, തഴച്ചു നിൽക്കുന്ന ആമേൻ, ആർക്കും മാറ്റി നിർത്തുവാൻ കഴിയാത്ത. അവിടെ വായിച്ച കണ്ടോ? ഞാനോ ദൈവത്തിന്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ചങ്കിലെ ചോര കൊടുത്ത് ആലയത്തെ വിലയ്ക്ക് വാങ്ങിയ ഒരേ ഒരു മനുഷ്യനേ ഉള്ളൂ, ഞാനും നിങ്ങളും ആരാധിക്കുന്ന സ്വർഗത്തിലെ ദൈവം. അതിനകത്ത് നിങ്ങളെ ഓരോ കല്ലാക്കി ഓരോ തൂണാക്കി ദൈവം നിർത്തിയിരിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, സഭയിലെ ഓരോ അവയവങ്ങളാണ് ഇതിനകത്തിരിക്കുന്ന ദൈവജനം. പ്രൈസ് ദി ലോർഡ്.
സഭ ദൈവത്തിന്റെ വകയാ. ആമേൻ, സ്തോത്രം. ശുശ്രൂഷകന്മാര് 3 വർഷവും 4 വർഷവും കഴിയുമ്പോൾ മാറിപ്പോകും. ഹല്ലേലൂയ. ജനം മാറുന്നില്ല. ജനം ദൈവം ആമേൻ ഉറപ്പിച്ചിരിക്കുന്ന സഭയ്ക്കകത്ത് അവിടെ നിൽക്കും. എന്ത് വിഷമം ഉണ്ടായാലും അവിടെ നിൽക്കണം. ഓടുവാൻ വേണ്ടി അല്ലെന്നേ ദൈവം നമ്മെ വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മെ ഓട്ടിക്കുവാൻ വേണ്ടി അല്ല വിളിച്ചത്. കർത്താവ് എന്താ പറഞ്ഞതെന്നറിയാമോ? വചനത്തിൽ ശലോമോൻ പറയുന്നതെന്നറിയാമോ? ആരും ഓട്ടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകുമെന്ന. അപ്പോ പ്രൈസ് ദി ലോർഡ്, ആലയത്തിൽ നിൽക്കുന്ന ജനം ഓടിപ്പോകാൻ വേണ്ടിയല്ല പറയുന്നത്. ആലയത്തിൽ കടന്നു വരുന്ന ദുഷ്ടശക്തികളെ ഓട്ടിക്കുവാൻ വേണ്ടിയാ ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നത്. അതിനകത്ത് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ആലയത്തോടുള്ള ബന്ധത്തിൽ ദൈവാത്മാവ് പറയുന്നു, ദൈവം നിന്നെ നിർത്തിയിരിക്കുന്ന ആലയത്തിനകത്ത് നിന്ന് നീ നന്മയും പുഷ്ടിയും പ്രാപിക്കാൻ പോകുക. തമ്പുരാൻ എവിടെയാ നിർത്തിയിരിക്കുന്നത്? അവിടെ നിൽക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രഭാതത്തിൽ തിരുസന്നിധിയിലാണോ ദൈവം ഇരുത്തിയിരിക്കുന്നത്? ഹല്ലേലൂയ. തിരുസന്നിധി ഇരിക്കുമ്പോൾ തന്നെ അപ്പുറത്തൊരു ആത്മമാരി വരും. അതിലേക്ക് പോകരുതേ. പ്രൈസ് ദി ലോർഡ്. എവിടെയാ ഇരുത്തിയിരിക്കുന്നത്? അവിടെ നിൽക്കുന്നത്. അവിടെ നിന്ന് തമ്പുരാൻ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടുന്ന നാഴികയ്ക്ക് തൊട്ട് മുൻപ് ചില കാർമേഘ പടലങ്ങൾ മൂടിക്കെട്ടി നിന്നെ എന്നെ തകർത്ത് കളയാൻ മുമ്പിലോട്ട് ഒരു കാട്ടിൽ നിന്ന് പ്രൈസ് വനം ഇളകി വരുന്നത് പോലെ, കാട് മുഴുവൻ ഇളകി വരുന്നത് പോലെ ഒരു സിംഹം ചാടി വന്നാലും നീ ഭാരപ്പെടണ്ട. നീ അവിടെ നില്ല്. സിംഹത്തെ അടിച്ച് താഴെയിട്ട്, കരടിയെയും അടിച്ച് താഴെയിട്ട്, അതിനകത്ത് അവന്റെ വായിരിക്കുന്ന ആട്ടിൻകുട്ടിയെ വിടുവിക്കുന്ന ഒരു ദാവീദിന്റെ മേൽ പകർന്ന അഭിഷേകം നിന്റെ മേൽ പകരുവാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ തമ്പുരാൻ നിന്നെ കഴുകി പുറത്തെടുക്കുന്ന ഒരു പ്രഭാതമാണ് കേട്ടോ. ആലയത്തിൽ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അവിടെ നിൽക്ക്. പ്രൈസ് ദി ലോർഡ്. എവിടെയാ ഓടുന്നേ? അവിടെ നിൽക്കുന്നേ. തമ്പുരാൻ നിന്നെ മാനിക്കും. ആമേൻ, ആമേൻ. ഇനി എന്തെല്ലാം പ്രശ്നം ഇനി ഇളകി വന്നാലും നീ നിൽക്കുന്ന എവിടെയാ? പറഞ്ഞ് ആലയത്തിന്റെ അകത്താ. അവിടെ നിൽക്കുന്ന നിനക്ക് പുഷ്ടി വരണം. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ ഒരിക്കൽ ഇറങ്ങി വന്നപ്പോ പറഞ്ഞൊരു കാര്യമുണ്ട്. മോശേ, നീ എങ്കിലും കൊള്ളാമല്ലോ, ഞങ്ങൾക്ക് അവിടെ കിടന്നെങ്കിൽ ഇറച്ചി മീനും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ വായ്ക്കകത്ത് ഇറച്ചിയിരിക്കുക. സംഖ്യാപുസ്തകം ഒന്ന് ശരിക്കും പഠിച്ചു നോക്കിയേ. ചുവന്നുള്ളി, ചിറ്റുള്ളി, അത് ഇത് ചപ്പ് ചവറ് എല്ലാം സ്തോത്രം ദൈവം കൊടുത്തു. അത്ഭുതങ്ങളെ ചെയ്തു. പക്ഷെ തിന്നുമ്പോൾ മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ പറയും, ഈ പാസ്റ്റർക്ക് ഇനി പഴയ കൃപയൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രായമായി വരെയല്ലേ? എന്നും 16 വയസ്സല്ലല്ലോ പാസ്റ്റർക്ക്. മുമ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചാ ഓടി വരുമായിരുന്നു. ഇപ്പൊ അദ്ദേഹം വരുന്നില്ല. അപ്പുറത്ത് പോയാൽ പെട്ടെന്ന് വരും. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നിടത്ത് നിന്നാലേ. ഇപ്പുറത്തുള്ള പാസ്റ്റർക്ക് BMW ആടാ. നീ സൈക്കിളിൽ വരുന്ന പാസ്റ്റർ നീ ആരാധിച്ചാലും BMW പുറകെ പോകരുതേ. നിന്റെ വീട്ടിൽ കാല് ചവിട്ടുന്ന പരിപാടിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആരോടൊക്കെ ദൈവാത്മാ പറയുന്നു? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നീ അതിന്റെ പുറകെ പോകണ്ട. തമ്പുരാൻ അതിനെ നിർത്തിയിരിക്കുന്നത് ഓലപ്പുരയിലാണോ ഷെഡിലാണോ നിർത്തിയിരിക്കുന്നത്? അവിടെ നില്ലെന്നേ. അവിടെ മാർബിളോ ഒന്നും കാണിച്ച ചാണകം ഒഴുകിയ തറയായിരിക്കാം. ചിലപ്പോ ട്രമ്മിന്റെ ഒരു ഭാഗം പൊട്ടിയതായിരിക്കാം. അത് വെച്ചാലും കൊട്ടിപ്പാടുന്നത് കുഴപ്പമില്ല കേട്ടോ. സ്തോത്രം. ചെലങ്കയുടെ അതിന് സ്തോത്രം ചില്ലുകളൊക്കെ പോയതായിരിക്കാം. 1, 2 കാണത്തുള്ളൂ. മതിയെന്ന് അവിടെ നിന്ന് കൊട്ടിപ്പാടാൻ തമ്പുരാൻ അതിനെ നിർത്തിയെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. ആ ദേശം ശത്രുവിന്റെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിക്കാൻ വേണ്ടി ആ തമ്പുരാൻ അതിനെ നിർത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ വലിയ മഹത്വം ഇന്ന് പകൽക്കാലം കുടുംബങ്ങളിൽ വെളിപ്പെടുന്ന ഒരു പകൽക്കാലമാ. ഈ പ്രഭാതവേളയിൽ പരിശുദ്ധാത്മാ പറയുന്നത് നോക്കിയേ, ഞാനോ ദൈവത്തിന്റെ ആലയത്തിങ്കൽ തഴച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു വൃക്ഷം പോലെ ആകുന്നു. ഞാൻ ദൈവത്തിന്റെ ദയയിൽ എന്നും എന്നേക്കും ആശ്രയിക്കുന്നു. നമുക്ക് ആശ്രയിക്കാൻ ഒരു പാതവിടമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. എന്തുകൊണ്ടാണ് കർത്താവ് അത് പറഞ്ഞത്? ആമേൻ. നീ ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ ആശ്രയത്തിൽ. നീ ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പ്രഭുക്കന്മാരുടെ ആശ്രയത്തിൽ. ആ ആശ്രയത്തിലേക്ക് നീ പോകുമ്പോൾ തമ്പുരാൻ നിനക്കു വേണ്ടി തുറന്നിരിക്കുന്ന പാതയിൽ നിൽക്കാൻ കഴിയും. നിനക്കു വേണ്ടി തുറന്നിരിക്കുന്ന പാതയിൽ നിൽക്കണമെങ്കിൽ ദൈവം നിനക്കു വേണ്ടി പദ്ധതികൾ ഒരുക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ആ പദ്ധതിക്കകത്ത് നീ നിൽക്കാൻ ആമേൻ മനസ്സ് വയ്ക്കുന്ന ദൈവ പൈതലാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മ നിന്നിൽ കൂടെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുത്തുവാനുണ്ട്. അത് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ മഹത്വം ഹല്ലേലൂയ നമ്മുടെ മേൽ ഇന്ന് പകൽക്കാലം വെളിപ്പെടുകയാ. നിന്റെ ആലയത്തിൽ ശൂന്യതകളെ മാറ്റുന്ന ഒരു ദൈവം, ഒരു തഴപ്പിനെ സൃഷ്ടിക്കുന്ന ഒരു ദൈവം, ആലയം ഓപ്പൺ ചെയ്ത ദൈവമാണെങ്കിൽ ഇത് എന്റെ ആമേൻ ആലയം ഇരിക്കുന്ന ഇതിന്റെ ആലയം ഇരിക്കേണ്ട സ്ഥലമെന്ന് ആമേൻ തമ്പുരാൻ മുൻപേ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്ന് പകൽക്കാലം ഒരു കൂട്ടം പേരെ സ്നാനത്തിലേക്ക് നയിക്കത്തക്ക തലത്തിൽ സ്നാനത്തിന്റെ അതിരുവരമ്പുകളെ ആമേ ഒന്നോ രണ്ടോ മാറ്റിയിട്ട് നൂറുകണക്കിന് പേരെ കൂട്ടമാക്കി ഒരു സ്നാനക്കടവിലേക്ക് സ്വർഗത്തിൽ ദൈവം കൊണ്ടുവരണമെങ്കിൽ ഇന്ന് പകൽക്കാലം മനസ്സിലാക്ക്, തമ്പുരാൻ നിന്നെ വിളിച്ചെടുത്ത് നീ ഉറച്ചു നിൽക്ക്. അതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന ഒരു പ്രഭാതമാണെന്ന് പകൽക്കാലം. പ്രൈസ് ദി ലോർഡ്. ഈ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ എണീക്കുമ്പോൾ ആമേ സ്തോത്രം, തമ്പുരാൻ വിളിച്ചു പറയുക, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തെങ്കിലും കാര്യമുണ്ടോ? എനിക്ക് കഴിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല ദൈവദാസനെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് കഴിയാത്തൊരു കാര്യവുമില്ല. ഇന്ന് പകലിന് പരിശുദ്ധാത്മ പറയുന്നത് ആമേൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഇത് ഏൽപ്പിക്കപ്പെടുന്നത് പോലെ ഒന്ന് ഏൽപ്പിക്കപ്പെട്ടാൽ ഇന്ന് പകലിൽ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ചിലത് കുടഞ്ഞു കളഞ്ഞ് എണീക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഇന്ന് പകൽക്കാലം കണ്ടിരിക്കുക. ലീലാമാ ആമേ തോമസ് എന്ന കർത്താവിന്റെ അഭിഷക്തയോട് ഇന്ന് പകൽക്കാലം ദൈവാലോചന കൈമാറുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആയിരിക്കുന്ന രാജ്യത്ത്, ആയിരിക്കുന്ന പട്ടണത്തിൽ ദൈവം മാനിക്കുന്ന ദിവസങ്ങൾ ആമേ സ്തോത്രം മുൻപിലുണ്ട്. കഴിഞ്ഞ നാളുകൾ പോലെ അല്ല കേട്ടോ. ഈ നാളുകളിൽ പ്രാർത്ഥനയുടെ നാളുകളിലാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയുടെ നാളുകളിലേക്ക് ആമേൻ പ്രൈസ് കർത്താവിന്റെ അഭിഷേകത്തെ അടുത്തു വരുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി ഈ നാളുകളിൽ പിന്നെയും വെളിപ്പെടുന്ന നാഴിക വിദൂരമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് പ്രവർത്തിപ്പാനുണ്ടതേ. ഞാൻ പ്രവർത്തിച്ചാൽ ആർ തടുക്കുമെന്ന് ആമേൻ വചനമുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവം പ്രവർത്തിക്കാൻ എണീറ്റ് കഴിഞ്ഞാൽ ശത്രു ആമേൻ നമ്മുടെ മുൻപിൽ തോറ്റ് തുന്നം പാടി പോകും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. രാവും പകലും പ്രാർത്ഥിക്കുന്നതും ആമേൻ വചനം ധ്യാനിക്കുന്നതുമായ വിഷയത്തിലേക്ക് നാളുകൾ അടുത്തു വരുമെങ്കിൽ ആമേൻ സ്തോത്രം, ദാവീദ് കിന്നര വായനയിൽ അവൻ ശക്തനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ കിന്നര വായനയിൽ ശക്തനായതുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ആമേൻ ആ കിന്നരം വായിക്കുമ്പോ ദുരാത്മാവ് രാജാവിന്റെ മേൽ നിന്ന് വിട്ടുമാറും. അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ പ്രാർത്ഥനയും വചനധ്യാനത്തിലും ഒറ്റിരിക്കുമെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യുവാറുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആയിരിക്കുന്ന പട്ടണത്തിൽ ദൈവമഹത്വം വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. മരുഭൂമിയിൽ ഈന്തപ്പനയുടെ ചുവട്ടിലിരുത്തിയതുപോലെ ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ പ്രവർത്തിക്കായി ദൈവം കണ്ടിരിക്കുക. പ്രാർത്ഥനയുടെ മുമ്പിൽ മുമ്പിലോട്ട് കടന്നു വരിക. പ്രൈസ് ദി ലോർഡ്. നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനകൾ തിരിച്ചെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ മുഴങ്കാൽപ്പടി നിന്ന് കർത്താവിനോട് പറയുവാൻ ഈ ദിവസങ്ങളിൽ തയ്യാറാകുമെങ്കിൽ ഞാൻ ചില അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് കർത്താവ് ഇന്ന് പകൽക്കാലം ആലോചന കൈമാറുകയാണ്. സ്തോത്രം. അത് പറഞ്ഞു വിടുകയാ. കർത്താവ് ഇന്ന് പകൽക്കാലം വിളിച്ചു പറഞ്ഞു നോക്കിക്കേ. പ്രൈസ് ദി ലോർഡ്. അവിടെ വായിച്ച വാക്യത്തിലേക്ക് നമ്മൾ തിരിച്ചു മടങ്ങി വരുമ്പോൾ 72-ാമത്തെ സങ്കീർത്തനം അതിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ എന്താണ് സങ്കീർത്തന പ്രമാണി വിളിച്ചു പറഞ്ഞ 72-ാമത്തെ സങ്കീർത്തനം അതിന്റെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ 7-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് ശ്രദ്ധയെ തിരിക്കാം. അവിടെ എന്താ പറയുന്നത്? ആമേൻ സ്തോത്രം. അവന്റെ കാലത്ത് നീതിമാന്മാർ തഴയ്ക്കട്ടെ, ചന്ദ്രനുള്ളിടത്തോളം സമാധാന സമൃദ്ധി ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അവന്റെ കാലത്ത് നീതിമാന്മാർ തഴയ്ക്കട്ടെ. ഒരു തഴപ്പ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമായി, ദൈവമേ എനിക്ക് ഇങ്ങനെ ഇരുന്നാൽ പോരാ, എൻ്റെ ജീവിതത്തിൽ ഒരു ആത്മീകമായും ഭൗതികമായും ഒരു ഉയർച്ച എനിക്ക് പ്രാപിക്കണമെന്ന്. സ്തോത്രം. ഇതിനകത്തായിരിക്കുന്ന ദൈവജനത്തോട് ദൈവാത്മ പറയുന്നു, ഇന്ന് പകലില് നിന്റെ ജീവിതത്തിൽ ഈ സീസണിൽ ദൈവം നിന്നെ ഉയർത്തുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. അടുത്ത വർഷമല്ല കേട്ടോ അഭിഷത്തിലെ, ഈ സീസണിൽ തമ്പുരാൻ നിങ്ങൾ ആയിരിക്കുന്ന മേഖലയിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ മാനിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം ഇതിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അമേരിക്കയുടെ ഭാഗത്തേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അതിനകത്ത് ഇവിടുന്ന് അമേരിക്കയിലുള്ളവരുണ്ട് എന്നറിയത്തില്ല, പക്ഷെ ദൈവാത്മ പറയുന്നത് ആ ഭാഗത്ത്
കടന്നു രാവിലെ സ്തോത്രം ഡ്രൈവിന് വണ്ടി എടുക്കുമ്പോൾ അതിനെ പുറത്തൊക്കെ ഐസ് കട്ട ഇങ്ങനെ പൊതിഞ്ഞിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് എല്ലായ്പ്പോഴും ഇല്ല, ചില സമയങ്ങളിൽ ഐസ് കട്ട ഇങ്ങനെ പൊതിഞ്ഞിരിക്കും. അതിനെ മാറ്റുവാൻ പ്രത്യേക സംവിധാനങ്ങളുണ്ട്. അതൊക്കെ മാറ്റിയെങ്കിൽ മാത്രമേ വണ്ടി മുമ്പിലോട്ട് പോകത്തില്ല. എന്ന റോഡ് നിറച്ചും ടയറിലെല്ലാം എന്താണെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്, ഐസ് ഇങ്ങനെ പൊതിഞ്ഞിരിക്കും. അവിടുത്തെ വണ്ടിയുടെ ടയറുകൾക്കും പെയിന്റുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. എന്തിനേറെ ഗ്ലാസുകൾക്ക് വരെ ഒരു പ്രത്യേകതയുണ്ട്. ആ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വാഹനങ്ങളാണ് അവിടെ ഇറങ്ങുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നീ ഇരിക്കുന്ന രാജ്യത്തിന് അനുയോജ്യമായ ശരീരത്തെ നിനക്ക് തരുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം ആരോടൊക്കെയോ ദൈവാത്മാവ് ഇന്ന് പകലിൽ വിളിച്ചു പറയുന്നു. നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു സ്വർഗം നിന്റെ അടുത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ തന്നെ അതിന് തൊട്ട് മുൻപേ നിന്റെ ശരീരത്തെ ചേഞ്ച് ആക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം ആരോടൊക്കെയോ ഇന്ന് പകൽ ദൂത് വിളിച്ചു പറയുന്നു. തമ്പുരാൻ നിന്നെ അതിനു വേണ്ടി അഭിഷേകം ചെയ്യുക. അവന്റെ കാലത്ത് നീതിമാന്മാർ തഴയ്ക്കട്ടെ. ആരുടെ കാലത്ത്? സ്വർഗത്തിലെ ദൈവത്തിന്റെ സമയം ഇന്ന് പകൽക്കാലം. നോക്കിക്കേ, 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, സൂര്യചന്ദ്രന്മാരുള്ള കാലത്തോളം അവർ തലമുറയായി നിന്നെ ഭയപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. തന്നെ ആരാധിക്കുന്ന ജനം ദൈവത്തെ ഭയപ്പെട്ട് മുൻപിലോട്ട് കാൽച്ചുവട് വയ്ക്കുമെങ്കിൽ, ഹല്ലേലൂയ, ഒരു തഴപ്പ് മുൻപിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വച്ചിരിക്കുന്ന ആത്മീക ഭൗതിക നന്മകൾ മുൻപിലോട്ട് ദൈവം വച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ തലമുറയിൽ നിങ്ങൾ പ്രാപിച്ചെടുക്കുമെന്ന ദൈവാത്മാവ് വിളിച്ചു പറയുന്ന. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലേ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം പറയുക, സ്തോത്രം, ഈ കാലത്ത് നീതിമാന്മാർ തഴയ്ക്കട്ടെ. ചന്ദ്രാദികൾ ഉള്ളിടത്തോളം സ്തോത്രം. പ്രൈസ്. സമാധാന സമൃദ്ധി ഉണ്ടാകട്ടെ. സമാധാനം ഉണ്ടാകും, പിന്നെന്തുണ്ടാകും? സമൃദ്ധിയും ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. സമാധാനം മാത്രം പോരാ. പ്രൈസ് ദി ലോർഡ്. ഡൈനിങ് ടേബിളിൽ എല്ലാ വിഭവങ്ങളും ഉണ്ടെങ്കിലും എല്ലാം ഇരിപ്പുണ്ട് ഡൈനിങ് ടേബിളിൽ. പക്ഷെ കഴിക്കാനുള്ള സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ സമാധാനം കഴിക്കുവാനുള്ള മനസ്സിനുള്ള ഒരു ഒരുക്കമോ ഇല്ല. വേദനയാണ്, പ്രയാസങ്ങളാണ്. ഭാരപ്പെടണ്ട. അതിനകത്തുനിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ആലോചന അറിയിക്കുക. ദൈവവൈതലേ, ഇന്ന് പകൽക്കാലം എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച ഈ മീറ്റിംഗിന്റെ അഡ്മിനായി കർത്താവിന്റെ അഭിഷേകത്തിനോട് ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നത്, ഹല്ലേലൂയ, കർത്താവിൻ 2023 മുതൽ അഭിഷേകത്തിന്റെ മേൽ പകർന്നിരിക്കുന്ന ഒരു പുത്തൻ അഭിഷേകത്തെ ഒന്നുകൂടെ ചേഞ്ച് ആക്കി 2024 ഡിസംബർ 25 തീരുന്നതിന് മുമ്പ് ചില രാജ്യങ്ങളിൽ കാലുകുത്തുവാൻ പരിശുദ്ധാത്മാവിന് പദ്ധതി ഉണ്ട്. കേട്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ ഒരു വിശാലതയിലേക്ക് സ്വർഗം കൊണ്ടുവരാൻ പോകുക. ഒരു വിശാലതയിലേക്ക്, ഒരു തഴപ്പിന്റെ അനുഭവത്തിലേക്ക് ദൈവാത്മാവ് കൊണ്ടുവരാൻ പോകുക. കേട്ടോ? പ്രൈസ് ദി ലോർഡ്. ചില മിനിസ്ട്രികൾ ഓപ്പൺ ആക്കി ദൈവം തരുന്ന നാളുകൾ വിദൂരമല്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ആയിരിക്കുന്ന പട്ടണത്തിൽ നിന്ന് സ്തോത്രം കിലോമീറ്ററുകൾക്ക് അകലെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ ചെന്നെത്തുവാൻ അറയ്ക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ ദൈവം നിങ്ങളെ കൊണ്ടുചെന്ന് ദൈവത്തിന്റെ പദ്ധതികളും ദൈവം നിങ്ങളിൽ കുറെ സ്തോത്രം ഉദ്ദേശിക്കപ്പെടുന്ന ആലോചനകളും നിവർത്തീകരിക്കുമെന്ന് ഈ നാളുകളിൽ സ്തോത്രം പ്രാർത്ഥിച്ച് മുമ്പിലോട്ട് വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം ആലോചന കൈമാറുകയാ. തീർന്നില്ല. 3 രാജ്യങ്ങളിൽ 2 വർഷത്തിനകത്ത് കർത്താവ് കൊണ്ടെത്തിക്കും. ചില ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ചില ഭവനങ്ങൾക്ക് വേണ്ടി അഭിഷേകത്തിന് എൻ്റെ വീട്ടിനകത്തൊന്ന് കാൽ ഒന്ന് ഊന്നുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് തമ്പുരാൻ നിങ്ങളുടെ പല ഭവനങ്ങളിലും പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി രാജ്യങ്ങൾക്കകത്ത് കൊണ്ടുചെന്ന് ദൈവത്തിന്റെ പ്രവൃത്തി നാളുകളിൽ വെളിപ്പെടുത്തുന്ന നാൾ വിദൂരമല്ലെന്ന് സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു. സ്തോത്രം. പേപ്പേഴ്സ് പരമായ ചില തടസ്സമായി നിൽക്കുന്ന ചില കുരുക്കുകളെ ദൈവത്തിന്റെ ആത്മാവ് പൊട്ടിച്ച് ഈ ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവന്ന ദൈവാത്മാവ് ശത്രു വിട്ടിരിക്കുന്ന അതിരുവരമ്പിനെ പൊട്ടിച്ച് ആ കയറിനെ മുറിച്ച് കളഞ്ഞ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതിനെ അതിർത്തികളെ പൊട്ടിച്ച് അതിർത്തികൾ കടന്ന് ദൈവാത്മാവ് ചില മേഖലകളെ കാണിക്കുന്നു എന്ന് കാലം ആലോചന കൈമാറുകയാണ്. സ്വർഗം അങ്ങനെ തന്നെ ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്.
ആമേൻ 57:10 വാക്യം നമ്മൾ വായിക്കുമ്പോൾ വഴിയുടെ ദൂരം കൊണ്ട് സ്തോത്രം നീ ക്ഷീണിച്ചു പോയിട്ടും, ഹല്ലേലൂയ, അവിടെ പ്രവാചകൻ പറയുന്നത് വഴിയുടെ ദൂരം കൊണ്ട് നീ ക്ഷീണിച്ചു പോയിട്ടും അത് നിഷ്ഫലമെന്ന് നിനക്ക് എന്ത് ചെയ്യില്ല, തോന്നിയില്ല. കാരണം നിന്റെ കൈവശം ജീവശക്തി കണ്ടത് കൊണ്ട് നീ എന്ത് ചെയ്തിട്ടില്ല, ക്ഷീണിച്ചു തോന്നിയിട്ടില്ല. നിനക്ക് ക്ഷീണം തോന്നൂല. കാരണം നിന്റെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന അഭിഷേക ശക്തി ഉണ്ട്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിനകത്ത് ക്ഷീണം തോന്നാത്ത തലത്തിൽ തമ്പുരാൻ നിന്നെ നടത്തും. ആമേൻ. ദൂരമുണ്ട്, ദൂരയാത്രയുണ്ട്. ക്ഷീണിച്ചിരിക്കുവാനോ ഭാരപ്പെട്ടിരിക്കുവാനോ അല്ല. ദൂരയാത്ര. വിളി ചെറുതല്ല കേട്ടോ, വലിയ വിളിയ അഭിഷേകത്തിലെ. ആമേൻ. ഹല്ലേലൂയ. വലിയ വിളിയ. കുടുംബത്തിനകത്തുനിന്ന് വിളിച്ചു വേർതിരിച്ചത് വലുതാ കേട്ടോ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൊട്ടിക്കിടക്കുന്ന പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന വാഹനങ്ങൾക്കിടയിൽ നിന്ന് ഇത് കൊള്ളാമെന്ന് ഈ പാർട്സ് കൊള്ളാമെന്ന് അതിനെ കഴുകിയെടുത്ത് അതിന്റെ കുറവുകളെ തീർത്ത് പുത്തൻ വാഹനത്തിൽ പിടിപ്പിക്കുന്നത് പോലെ ഈ നാളുകളിൽ പ്രാർത്ഥിക്കൂ. സ്തോത്രം. ചില മേഖലകളിൽ ദൈവം നിങ്ങളെ ഉറപ്പിക്കുന്ന നാൾ വിദൂരമല്ലെന്ന് പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കിക്കേ, ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമ്മൾ പ്പെടുമ്പോൾ 72-ാമത്തെ സങ്കീർത്തനം 7-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ വായിക്കുന്നത്, അവന്റെ കാലത്ത് നീതിമാന്മാർ തഴക്കട്ടെ. ഇന്ന് പകലിൽ പ്രൈസ് ദി ലോർഡ് നമ്മുടെ രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കാലത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് അദ്ദേഹത്തിനൊരു തീരുമാനമുണ്ടെങ്കിൽ ഇനി 10,000 പേര് വളഞ്ഞു നിന്നാലും അത് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എന്താ കാര്യം എന്ന് അറിയാമോ? അദ്ദേഹത്തിന്റെ സമയത്ത് അത് സംഭവിക്കും. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ചിലപ്പോൾ അദ്ദേഹം 5 വർഷമോ 10 വർഷമോ ഭരിക്കട്ടെ, അത് ജനങ്ങളുടെ തീരുമാനം, ഭരിക്കട്ടെ, അതല്ല വിഷയം. നമ്മുടെ കർത്താവ് പറയുന്നത് മാറ്റമില്ലാത്തവൻ, അനന്യനായിരിക്കുന്നവൻ, ഒരിക്കലും മാറാത്തവൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കലും മാഞ്ഞു പോകാത്തവൻ, ഒരിക്കലും കഴിയില്ല എന്ന് പറയാത്ത ഒരു ദൈവം പറയുന്നു, ഞാൻ നിന്നെ മാനിക്കും. ദേശത്തിൽ മാത്രമല്ല, രാജ്യത്തിൽ ഞാൻ നിന്നെ മാനിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാനിക്കാതെ തമ്പുരാൻ നിങ്ങൾ വിടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനിങ്ങനെ പറയാറുണ്ട്, ദൈവമേ നീ എന്നെ വിളിച്ചത് എന്തിനാ? പ്രൈസ് ദി ലോർഡ്. നിന്റെ അനുഗ്രഹം മാത്രം പ്രാപിക്കാൻ വേണ്ടിയല്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെയോ സുഖമായും ശുഭമായിരിക്കാൻ വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കുറെ സമ്പാദ്യം ഉണ്ടായിട്ട് എന്താ കാര്യം? പ്രൈസ് ദി ലോർഡ്. എന്നാൽ അത് അനുഭവിപ്പാനുള്ള ഒരു ആത്മശക്തി കൂടെ കർത്താവ് തരണം. എങ്കിൽ മാത്രമേ അത് അനുഭവിപ്പാൻ കഴിയൂ. ഇന്ന് പകൽക്കാലം ദൈവവൈതലേ, കർത്താവ് നമുക്ക് തന്നതെല്ലാം നന്മയ്ക്കായി. പ്രൈസ് ദി ലോർഡ്. അതിനപ്പുറം സ്തോത്രം ഒരു വിശാലത നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വായിക്കാമോ? സദൃശ്യാധ്യായങ്ങൾ 11-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, സദൃശ്യവാക്യങ്ങൾ 11-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, 11-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് ശലോമോൻ വിളിച്ചു പറയുന്നത്? 28-ാമത്തെ വാക്യം 11:28 അവിടെ എന്താ വായിക്കുന്ന അറിയാമോ? തന്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും, നീതിമാന്മാരോ പച്ചയില പോലെ തഴയ്ക്കും. കണ്ടോ? വളരെ വ്യക്തമല്ലേ? എന്തിനാ നാം ആശ്രയിക്കേണ്ടത്? ദൈവത്തിൽ. തന്ന ദൈവത്തിലാണ് നാം ആശ്രയിക്കേണ്ടത്. ആശ്രയിക്കുന്നവൻ ഒരിക്കലും തകർന്നു പോകത്തില്ല. എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നാലും അതെല്ലാം ദൈവം തന്നതെന്ന് പറഞ്ഞ് മുൻപിലോട്ട് യാത്ര ചെയ്യാൻ ഞാനും നിങ്ങളും തയ്യാറാണെങ്കിൽ ഇന്ന് പകൽക്കാലം സ്വർഗം പറയുകയാണ്, സ്തോത്രം, അവൻ തഴയ്ക്കാൻ പോകുകയാ. പ്രൈസ്. നീതിമാൻ പച്ച ഇല പോലെ അവൻ എന്ത് ചെയ്യും? തഴച്ച് പുറത്തു വരും. പ്രൈസ്. എല്ലാ ഭാഗത്തും നീതിമാന്മാരെ കുറിച്ച് ദൈവം ഒത്തിരി ദൂതുകൾ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്മാരിൽ കൂടെയും പുരോഹിതന്മാരിൽ കൂടെയും ശാസ്ത്രിമാരിൽ കൂടെയും ഒക്കെ പല ഭാഗങ്ങളിലും പറഞ്ഞിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവവൈതല നീ വിചാരിക്കേണ്ട കാര്യമുണ്ട് കേട്ടോ. ഇന്ന് പകൽ നിന്റെ തഴപ്പ് തുടങ്ങിയിരിക്കുക. ഇന്നലകളിൽ നിന്റെ വീഴ്ച കാണാൻ നോക്കി നിന്നവർ അവർ നോക്കി നിൽക്കുമ്പോൾ നീ തഴയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ തഴച്ചു മുമ്പിലോട്ട് വരുമെന്ന് ആ അധ്യായം നിങ്ങൾ വായിച്ചു വരുമ്പോഴേ പരിശുദ്ധാത്മ മുകളിലോട്ടും താഴോട്ടും കയറി വായിക്കുമ്പോൾ അതിനകത്ത് ശലോമോൻ ഒത്തിരി ദൂതുകൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഒരു വാക്യം വായിച്ചത് കൊണ്ട് അതിൽ നിങ്ങൾ നിൽക്കണ്ട, മുകളിലോട്ടും താഴോട്ടും ഒന്ന് വായിക്കുക. താഴോട്ട് പിന്നെയും ഒരു 3 വാക്യമുണ്ട് കേട്ടോ. എന്നാൽ മുകളിലോട്ട് വായിക്കുമ്പോൾ 30-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 30-ാമത്തെ വാക്യം. നീതിമാന് ജീവവൃക്ഷ പ്രതിഫലം, ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു. കണ്ടോ? അപ്പൊ ഒരു ജീവന്റെ വൃക്ഷമുണ്ട്. അതെവിടെ കാണും? വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോ
ലാസ്റ്റ് അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരപ്പെടുമ്പോൾ അവിടെ ആമേൻ സ്തോത്രം പത്മോസിന്റെ ദ്വീപിനകത്തിരുന്നു കൊണ്ട് ആമേൻ ഒരു വെളിപ്പാട് കാണുകയാണ്. ആമേൻ നദിക്ക് ഇക്കരയും അക്കരയും നിൽക്കുന്ന ജീവവൃക്ഷത്തിന് ഒരു ഫലമുണ്ട്, അതിന്റെ ഇല രോഗികൾക്ക് രോഗശാന്തിക്ക് ഉതകുന്നു എന്ന് അവിടെ ആമേൻ സ്തോത്രം തന്റെ അഭിഷക്തൻ ദർശനവും വെളിപ്പാടും കാണുകയാണ്. ആമേൻ ഹല്ലേലൂയ. അതിന്റെ ഇല കണ്ടോ, എന്നാ അതിലെ വെള്ളം, ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, അതിന്റെ ചില്ലകൾ, ഇതെല്ലാത്തിനും വ്യാഖ്യാനിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കൂ. ആമേൻ സ്തോത്രം, ദൈവത്തിന് നീതിമാനെ ജീവവൃക്ഷം, ആമേൻ പ്രതിഫലം, ആമേൻ ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു നേട്ടം നിന്റെ ജീവിതത്തിനകത്ത് ദൈവം തരുന്നെങ്കിൽ അത് മാനുഷികമായ നേട്ടങ്ങൾക്കല്ല. ദൈവം നിനക്ക് തരുന്നത് അവൻ നിത്യമായ ഒരു അനുഗ്രഹത്തിലേക്ക് തമ്പുരാൻ നമ്മെ ഇന്ന് പ്രഭാതത്തിൽ കൊണ്ടുവരുന്ന ദൈവമൈതലേ, അതിനുവേണ്ടിയ കർത്താവ് നമ്മെ ഇന്ന് പകൽക്കാലം അഭിഷേകം ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ അഭിഷേകത്തിനകത്ത് നിന്നുകൊണ്ട് പറയാൻ കഴിയുമോ, എന്നെന്റെ ആമേൻ ജീവിതത്തിനകത്ത് ഒരു മിറക്കിൾ ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഈ മെസ്സേജുകൾ നിങ്ങൾ എണീക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ ശരീരത്തിനകത്ത് ഉണങ്ങിയിരിക്കുന്ന ചില അസ്ഥികളുടെ മേൽ ദൈവമഹത്വം വെളിപ്പെടാൻ പോകുകയാണ്. ആമേൻ. ഉണങ്ങിയിരിക്കുന്ന അസ്ഥികൾ പറയുന്നു, ഞാൻ നിന്നെ വിടത്തില്ല, നീ ഇന്ന് ഇങ്ങനെ ഇരുന്നാ മതി എന്ന് പറയുമ്പോൾ ദൈവം പറയുന്നു, ആമേൻ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ദൈവകുഞ്ഞെ, നിന്റെ ജീവിതത്തിലേക്ക് തമ്പുരാൻ ചില ആമേൻ മിറക്കൽ ശുശ്രൂഷ ഇന്ന് പകൽക്കാലം അയക്കാൻ പോകുകയാ. സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിലേക്ക് ഇന്ന് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ദൈവം ആമേൻ അതുപോലെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇല്ലെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ തന്നെ അവൻ ദൈവത്തിന് നീ ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട് അത് അതേപോലെ സംഭവിക്കപ്പെടുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്ക്. ഇന്ന് പകൽക്കാലം അടുത്തൊരു വേദാംശത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെത്തിരിക്കുന്നു. സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ 24-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം, 24-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ എന്താണ് വിളിച്ചു പറയുന്നത്? വായിച്ചാട്ടെ. 24-ന്റെ 6-ാമത്തെ വാക്യം എന്താ പറയുന്നത്? ഒന്ന് വായിച്ചേ. താഴ്വര പോലെ അവ പരന്നിരിക്കുന്നു, നദീതീരത്തെ ഉദ്യാനങ്ങൾ പോലെ, യഹോവ നട്ടിരിക്കുന്ന ചന്ദന വൃക്ഷങ്ങൾ പോലെ, ജലാന്തികയുള്ള ദേവദാരുക്കൾ പോലെ തന്നെ. പ്രൈസ് ദി ലോർഡ്. ദൈവം നട്ടിരിക്കുന്ന ചന്ദന വൃക്ഷം പോലെ എന്ന് പറഞ്ഞ ചന്ദനത്തിന് ഭയങ്കര വിലയാ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വീട്ടിൽ നടാൻ പറ്റില്ല. ആമേൻ. നമ്മുടെ വീട്ടിൽ നട്ട് കഴിഞ്ഞാൽ, ഇല്ലേ മിനി സിസ്റ്ററെ, മിനി ബാബു, അല്ലേ, നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ മരം നട്ട് കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, അത് ആമേൻ എപ്പോ നമ്മളെയും കൂടെ കൊണ്ടുപോയെന്ന് കേട്ടോ, അതല്ലേ, അത് മുറിച്ച് നമുക്കൊന്ന് അനുഭവിക്കും. പക്ഷെ ദൈവം പറയുന്നത്, ഞാൻ നിന്നെ മേൽത്തരമായ ഒരു വൃക്ഷമാക്കി നട്ടിരിക്കുക. ആമേൻ. മേൽത്തരമായ ഒരു വൃക്ഷം എന്ന് പറഞ്ഞാൽ ഈ ഭൂപരപ്പിൽ ഏറ്റവും വില കൂടിയ ഒരു വൃക്ഷമാക്കി സ്വർഗം നിങ്ങളെ കണ്ടിരിക്കുന്നെങ്കിൽ അതിനകത്ത് ദൈവത്തിനൊരു പ്രവൃത്തി ഉണ്ട് കേട്ടോ. അത് നിവർത്തിച്ച് കാണുവാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മിനിസ്റ്ററെ, ദൈവം അങ്ങനെ തന്നെ പറയുന്നു, നിങ്ങളെ മേൽത്തരമായ തലത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അത് ഈ നാളുകളിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് കർത്താവിന്റെ പദ്ധതിയാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതൊരു മനുഷ്യനും ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ തടയാൻ കഴിയത്തില്ല. ദൈവം ഒരു വ്യക്തിയെ കുറിച്ച് പ്രൈസ് ദി ലോർഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ നിവർത്തിച്ച് കൊണ്ടുവരുന്ന ഒരു ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന കർത്താവ്. പിശാചിനോ മനുഷ്യനോ പ്രൈസ് ദി ലോർഡ് അപവാദം പറയാനോ മാറ്റി നിർത്തുവാനോ കളിയാക്കുവാനോ കഴിയും. പക്ഷേ ഉറപ്പിക്കുന്ന നടുന്ന ദൈവം നിർത്തുന്നവൻ വിളിച്ചു പറയുന്നു, ഞാൻ നിന്നെ നട്ടിരിക്കുന്ന കുടുംബത്തെ നട്ടിരിക്കുന്ന വ്യക്തികളെ നട്ടിരിക്കുന്ന തലമുറകളെ നട്ടിരിക്കുന്നത് ചന്ദനവൃക്ഷം പോലെ അത്ര ക്വാളിറ്റി ഉള്ള ഒരു തടിയാക്കി ഒരു വൃക്ഷമാക്കി ഞാൻ നിർത്തിയിരിക്കുക. ആർക്കും അതിനെ മാറ്റുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ചു വന്ന വാക്യം ഇതാ, നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. നമ്മുടെ കണ്ണുകളടയ്ക്കും. എല്ലാവരും പ്രാർത്ഥിച്ച് ആമേൻ. ദൈവത്തിന്റെ വലിയ മഹത്വം വെളിപ്പെടുന്ന ഒരു പകൽക്കാലമാണ്. ഈ പ്രഭാതത്തിൽ ആയിരിക്കുന്ന ചില
മേടുകളിൽ ദൈവമഹത്വം വെളിപ്പെടട്ടെ. ഇന്ന് പകൽക്കാലം ആമേൻ ആരോടൊക്കെ ദൈവാത്മ പറയുന്നു, പ്രൈസ് ദി ലോർഡ്. ആമേൻ ചിലപ്പോ ഡോക്ടർമാർ പറയും ഇത് നടക്കത്തില്ല, ആമേൻ ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ അഡ്മിറ്റായേ പറ്റൂ, അല്ലെങ്കിൽ ഇങ്ങനെയാണ്, അതാണ്, ഇതാണ്, ഈ ടെസ്റ്റ്, ആ ടെസ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ കുരുക്കിയിരിക്കാം. ദൈവാത്മ പറയുന്നത് നീതിമാന്റെ മേൽ ദൈവത്തിന്റെ കരം ഇറങ്ങി വന്നു കഴിഞ്ഞാല് ഇന്ന് പകലിൽ ഏത് ടെസ്റ്റ് ആണെങ്കിലും അതിനെ മാറ്റി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ഇന്ന് പകൽ ആമേ സ്തോത്രം, ചില സൗഖ്യ ആമേ ശക്തികൾ ചില ശരീരങ്ങളിൽ വെളിപ്പെടുന്ന നാഴിക വിദൂരമല്ലെന്ന് സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവകുഞ്ഞെ, നിന്റെ ജീവിതത്തിനകത്ത് ആമേൻ സ്തോത്രം, നീ അനുഭവിക്കുന്ന ചെറുതും വലുതുമായ സകല വിഷയങ്ങളുടെ നടുവിലും സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയുന്നു, അതിനകത്തൊരു മറുപടി ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് തന്നിരിക്കുക. സ്തോത്രം. കാലേബിനെ ദൈവം വിളിച്ചെന്തിനാ? കാലേബിനെ ദൈവം വിളിച്ചത്, സ്തോത്രം, കാലേബിനെ വിളിച്ച ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുവാൻ വേണ്ടിയാണ്. ഇതിനകത്തിരിക്കുന്ന കാലേബുമാരോട് ദൈവം പറയുന്നു അതുപോലെ പറയാൻ ഇന്ന് പകൽക്കാലം തയ്യാറാകുന്ന ചില കാലേബുമാരെ സ്വർഗം ആമേ സ്തോത്രം ചില ആമേ പട്ടണങ്ങളിൽ ഉപയോഗിക്കുന്ന നാളുകൾ വിദൂരമല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം പറയുന്നത് ആമേ പറയാൻ തയ്യാറാകുമ്പോൾ ചില മേടുകളിൽ മാത്രമല്ല കേട്ടോ, ഇന്നലകളിൽ നമ്മുടെ മുമ്പിൽ വന്നിരുന്ന വിശ്വാസ കുടുംബങ്ങൾക്കകത്ത് നമ്മൾ കൂടെ ചെയ്യേണ്ട ചില പ്രവർത്തികൾ അത് ചെയ്തെടുക്കുവാൻ തമ്പുരാൻ നമ്മുടെ ആദരങ്ങളെ ബലപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ മഞ്ജു എന്ന് പറയുന്ന കർത്താവിന്റെ അഭിഷേകത്തെ ഓടുന്ന വൽക്കാലം ദൈവാത്മാവ് പറയുന്നു, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയത്തിന് മറുപടി കേട്ടോ, എന്നാൽ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ നിർത്തിവെച്ചിരിക്കുക, അതും ആമേ കണ്ടിന്യൂ ചെയ്തട്ടെ. ദൈവാത്മ പറയുന്നു ഇനി ഇതില് ആമേ സ്തോത്രം, ആമേൻ മാനുഷ്യമായി ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് ഇതിൽ ഇനി ഈ വിഷയം പ്രാർത്ഥിക്കണ്ട, ഇതിൽ ഇനി മറുപടിയൊന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ സ്വർഗം പറയുന്നു, നീ ആമേൻ അവസാനിപ്പിച്ചതിനെ ഞാൻ തുടങ്ങുന്ന ദൈവമാണ്. സ്തോത്രം. നീ പ്രാർത്ഥിച്ച് ആമേൻ ഇനി ഇത് പ്രാർത്ഥിക്കണ്ട എന്ന് പറഞ്ഞ് നിർത്തിയ വിഷയത്തെ തമ്പുരാൻ തൊടാൻ പോകുക. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ദാസിയെ പ്രാർത്ഥിക്ക്, ഒരു വലിയ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുന്ന നാഴിക വിദൂരമല്ലെന്ന് സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം ആലോചന കൈമാറുകയാ. ഹല്ലേലൂയ. ആ തുടങ്ങി വച്ചതിനെ പൂർത്തീകരിപ്പാൻ ദൈവം തുടങ്ങിയമാണെങ്കിൽ അതിനെ പൂർത്തീകരിക്കാൻ തമ്പുരാന് കഴിയും കേട്ടോ. ആമേ മാനുഷ്യമാരി നമുക്ക് കഴിയത്തില്ല, പക്ഷേ കർത്താവ് പറയും ഞാൻ അതിനെ പൂർത്തീകരിച്ച് ഞാൻ അതിനെ ആമേ ഒരു ിന്റെ ആമേ വൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് ദൈവാത്മാവ് കൊണ്ട് നിർത്തും. പ്രൈസ് ദി ലോർഡ്. ഹോശേയ പ്രവാചന പുസ്തകം 14-ാമത്തെ ആമേ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ 5-ാം വാക്യം മുതൽ 8-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് പ്രവാചകൻ പറയുന്ന ഒരു ദൂത്, ഇന്ന് പകൽക്കാലം ദൈവവൈതലെ നീ മറന്നു പോകരുത്, കർത്താവ് നിന്നെ അതിലേക്ക് നയിക്കുന്ന ദൈവമെന്ന് ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. സ്തോത്രം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കുന്ന ദൈവത്തിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി സ്തോത്രം. നീതിമാൻ വന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും. ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ ജനത്തെ ദൈവം